നമ്മൾ പരാജയപ്പെട്ട അതേ അവസ്ഥകളിൽ, അതേ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം യേശു ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒഴിഞ്ഞ നമ്മുടെ കീശയും, ഒഴിഞ്ഞ ബാങ്ക് ബാലൻസും, ഒഴിഞ്ഞ ജീവിതവും, ഒഴിഞ്ഞ ഭവനവും, ഒഴിഞ്ഞ ഗർഭപാത്രവും, ഒഴിഞ്ഞ കലവും, ഒഴിഞ്ഞ തുരുത്തിയും, എല്ലാ കാര്യങ്ങളും മുഴുവനും നിറച്ച് ഓവർഫ്ലോയിങ് ആയിട്ട് തരാൻ യേശുവിന് കഴിയുന്നത് തന്നെയാണ്. മിറക്കിളിനും നിങ്ങളുടെ ആ ഒരു സാഹചര്യങ്ങളുടെയും ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം നടത്താനുണ്ട്, അല്ലെങ്കിൽ നടക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കം ടു മീ ഓൾ ഹു ആർ വിയറി, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഈ വിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും അധ്വാനവും ഭാരം ചുമക്കലും മാത്രമല്ല. ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് മാറ്റമൊന്നും വരാത്ത ആ ഒരു അവസ്ഥയ്ക്കാണ് വിയറിനെസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരിക്കലും മോചനം ഇല്ല എന്നുള്ള ആ ഒരു ചിന്തകളൊക്കെ വരുമ്പോൾ നമ്മുടെ നമുക്ക് ഹൃദയത്തിൽ വരുന്നതാണ് വിയറിനെസ്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും മുമ്പോട്ടുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു. പ്രാർത്ഥിച്ചിട്ടും വിശ്വാസം വെച്ചിട്ടും ഒരുപാട് നാൾ ദൈവത്തിനായിട്ട് കാത്തിരുന്നിട്ടുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഫലം കാണാതെ വരുമ്പോൾ നമ്മളുമൊക്കെ പ്രത്യാശ കൈവിട്ട് ആ ഒരു വിയറിനെസ്സിലേക്ക് മാറുകയാണ്. ഇത്തരം അവസരങ്ങളിൽ ആയിരുന്ന പലരെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയ പത്രോസിനെ നമ്മൾക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഈ ഒരു സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ ഗനസരെ തടാകത്തിൽ മീൻ പിടിക്കാൻ പോയി അധ്വാനിച്ച് ഒന്നും കിട്ടാതെ തിരിച്ചു വന്ന പത്രോസും കൂട്ടരുമാണ്. അപ്പോൾ ഇവരുടെ ബോട്ട് രാവിലെ അവർ തിരിച്ചു വന്ന തടാകത്തിൻ്റെ ആ ഒരു കരയ്ക്ക് നിന്ന് അവർ മീനിൻ്റെ വലയൊക്കെ കഴുകുകയാണ്. ആ സമയത്താണ് യേശുവിനെ കാണാൻ ഒരുപാട് പേര് തടിച്ചു കൂടുന്നത്, യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി. യേശു ഈ ഒരു 2 ബോട്ട് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ അടുക്കൽ വന്നിട്ട് പത്രോസിൻ്റെ തന്നെ ബോട്ടിലേക്ക് വരികയാണ്. എല്ലാം അറിയുന്ന യേശു, ഹൃദയങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാവുന്ന യേശു, സങ്കട വീഥികളിൽ നിങ്ങളെയും കാത്തു നിൽക്കുന്ന അതേ യേശു, അതേ പത്രോസിൻ്റെ ഒഴിഞ്ഞ ഹൃദയവും ഒഴിഞ്ഞ ബോട്ടുമായിട്ട് വന്ന പത്രോസിൻ്റെ അടുക്കൽ, ആ ഒരു ബോട്ടിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് യേശു പത്രോസിനോട് പറയുകയാണ്, കരയിൽ നിന്ന് കുറച്ച് മാറ്റി ഈ ഒരു ബോട്ട് നിർത്താൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പത്രോസ് യേശു പറഞ്ഞതനുസരിച്ച് അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തു. ഈ ഒഴിഞ്ഞ ബോട്ടിലേക്ക് യേശു വരികയാണ്. എന്നാൽ ഒഴിഞ്ഞ ബോട്ടിലേക്ക് യേശു വന്നിട്ട് യേശു ആദ്യം മിറക്കിളൊന്നുമല്ല ചെയ്യുന്നത്. മിറക്കിളിനും നിങ്ങളുടെ ആ ഒരു സാഹചര്യങ്ങളുടെയും ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം നടത്താനുണ്ട്, അല്ലെങ്കിൽ നടക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിലെ ഇത്തരം ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ യേശു പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. തൻ്റെ ബോട്ടിലിരുന്ന് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ പ്രസംഗം സ്വാഭാവികമായിട്ടും പത്രോസും കേട്ടു. യേശുവിൻ്റെ മൊഴികൾ കേൾക്കുമ്പോൾ, വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെയും ഒക്കെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് അന്ന് പത്രോസിൻ്റെയും ഹൃദയത്തിൽ വന്നത്. റോമൻസ് 10:17 എഴുതിയിരിക്കുന്നത് പോലെ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. വിശ്വാസം കേൾവിയാലും കേൾവി യേശുവിൻ്റെ വചനത്താലും വരുന്നു. യേശുവിൻ്റെ വചനങ്ങൾ, യേശുവിൻ്റെ മൊഴികൾ, യേശുവിൻ്റെ പ്രവൃത്തികൾ കേൾക്കുമ്പോൾ വലിയ വിശ്വാസം വരുന്നു. ഒരുപക്ഷെ ആദ്യം കേൾക്കുമ്പോൾ വലിയ വിശ്വാസം വന്നില്ലെങ്കിലും ഒരു ചെറിയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഹോപ്പിൻ്റെ ഒരു തരിയെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഉദിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതേ മാറ്റം തന്നെയാണ് പത്രോസിൻ്റെ ഹൃദയത്തിലും എന്ത് തന്നെയാണെങ്കിലും ഉണ്ടാകേണ്ടത്. ഇത് നമ്മൾ പിന്നീട് കാണുന്നതാണ്. പ്രസംഗം അവസാനിപ്പിച്ച ഉടനെ, അല്ലെങ്കിൽ തൻ്റെ വചനം, തൻ്റെ പ്രത്യാശ വചനങ്ങൾ പത്രോസിനെ കേൾപ്പിച്ചതിന് ശേഷം യേശു പത്രോസിനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി നിങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി വലയെറിയുക. ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വേണ്ടി വലയെറിയുക. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ഈ ഒരു ആഴത്തിലേക്ക് നീക്കി
വലയെറിയുക എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ ആ ഒരു വചനത്തെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മീനെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം യേശു കാണിച്ചു കൊടുത്തു എന്നൊക്കെ ഉള്ള ചിന്താഗതി നമ്മൾക്ക് വരുന്നതാണ്. പക്ഷേ ഈ ഒരു വചനം കെയർഫുള്ളായിട്ട് നമ്മൾ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പുതിയ സ്ഥലത്ത് പോകാനൊന്നുമല്ല യേശുവിടെ പറയുന്നത്. അവരുടെ ബോട്ട് കരയ്ക്കായിരുന്നു ഇരുന്നിരുന്നത്. കരയ്ക്കിരുന്ന് എന്താണെങ്കിലും ആർക്കും, സാധാരണ മീൻപിടുത്തക്കാർ മീൻ പിടിക്കാത്തത് കൊണ്ട് തന്നെ നാച്ചുറലി യേശു പറയുകയാണ്, നിങ്ങൾ പോയി മീൻ പിടിക്കുക, ഇനിയും പോയി മീൻ പിടിക്കുക, ട്രൈ വൺസ് അഗെയിൻ എന്നത് തന്നെയാണ് യേശു അവിടെ ആ ഒരു വചനം കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു വചനത്തെ എന്താ പറയുക, വേറെ തരത്തിലുള്ള കാര്യങ്ങളായിട്ടൊന്നും നിങ്ങൾ കാണരുത്. അതേ സാഹചര്യത്തിൽ, അതേ സിറ്റുവേഷനിൽ തന്നെയാണ് യേശുവും അവിടെ മിറക്കിൾസ് ചെയ്തു കൊടുത്തത്. യേശുവിന് മിറക്കിൾസ് പ്രവർത്തിക്കാൻ പുതിയ സ്ഥലമോ ഏറ്റവും എന്താ പറയുക എല്ലാമുള്ള സ്ഥലമോ എല്ലാമുള്ള സാഹചര്യമോ ഒന്നും വേണ്ട. ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുന്ന യേശുവിന് എന്തിനാണ് ഏറ്റവും മേച്ചിൽപ്പുറമുള്ള സ്ഥലം മാത്രം തിരഞ്ഞെടുക്കേണ്ടത്? അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കുക, അതേ സാഹചര്യത്തിൽ, അതേ ഗന്നസരെ തടാകത്തിൽ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ആ സ്ഥലത്ത് തന്നെയാണ് യേശു പറഞ്ഞത്, അവിടെ പോയി മീൻ പിടിക്കുക. ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ പത്രോസ് പറയുന്നത്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, അരിച്ചു പെറുക്കിയിട്ടും അവിടെ അങ്ങ് ഒന്നും ഇല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിന്റെ വാക്ക് അനുസരിച്ച് ഞാൻ വലയെറിയാൻ പോകാമെന്നാണ് പത്രോസ് യേശുവിനോട് പറയുന്നത്. ഒന്നും കിട്ടിയില്ല, ഒന്നുമില്ല എന്നറിയാം, എങ്കിലും നിന്റെ വാക്ക് അനുസരിച്ച്, നിന്നെ വിശ്വസിച്ച്, നിന്നിൽ വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ്, മുമ്പോട്ട് കാലെടുത്ത് വെക്കുകയാണ്. യേശുവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയൊന്നുമല്ല പത്രോസ് ചെയ്യുന്നത്. ഞങ്ങൾ മുഴുവൻ നോക്കി അവിടെ ഒന്നുമില്ല, ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള യുക്തിക്കനുസരിച്ച്, ബുദ്ധിക്കനുസരിച്ചുള്ള, സ്കില്ലിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നുമല്ല പത്രോസ് അവിടെ യേശുവിനോട് പറയുന്നത്. നിന്റെ വാക്കനുസരിച്ച് പോകാം എന്നത് പറയുന്നത് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ്. പലപ്പോഴും വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വായിൽ നിന്ന് പോകുന്ന, ചിന്തകളിൽ വരുന്ന വലിയ വിശ്വാസത്തോടു കൂടിയുള്ള വചനങ്ങൾ തന്നെയാണ് വിശ്വാസ പ്രഖ്യാപനങ്ങൾ. അപ്പോൾ യേശുവിൻ്റെ വാക്കനുസരിച്ച് പത്രോസ് പോവുകയാണ്. നിന്റെ വാക്ക് കേട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോകുന്ന പത്രോസ് അവർ തിരിച്ചു വരുന്നത് ആ വഞ്ചി മുഴുവൻ, തോണി മുഴുവൻ നിറഞ്ഞു കവിയുന്ന മീനുമായിട്ടാണ്. അവരൊരു പക്ഷേ എന്തുമാത്രം ആശ്ചര്യപ്പെട്ട് കാണും. അവർ വളരെയധികം സംഭ്രമിച്ചു പോയി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഇത്രയും കണ്ടിട്ട് ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ നോക്കിയിട്ടും കാണാഞ്ഞത്, അവൻ്റെ വാക്കനുസരിച്ച് ഒരു കാല് മുമ്പോട്ട് വെക്കാൻ തയ്യാറായപ്പോൾ, ബുദ്ധിക്കും യുക്തിക്കും സ്കില്ലിനും ഒക്കെ അനുസരിച്ച് ഉള്ള ചിന്തകൾ നമ്മളെ പലപ്പോഴും സിറ്റുവേഷനിൽ മാറത്തില്ല എന്നുള്ള കാര്യം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴും ഇതിനൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ജീവിതം ഓരോ ദിവസവും മുമ്പോട്ട് എടുത്തു വെക്കുമ്പോൾ മിറക്കിൾസ് നമ്മൾ കാണാൻ സാധിക്കും. ഈ ഒരു മുക്കുവരെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും മുക്കുവന്മാർ തന്നെയായിരുന്നു. എവിടെ മീൻ പിടിക്കണം, എവിടെ വലയെറിയണം എന്നൊക്കെ നല്ലതായിട്ട് അറിയാവുന്ന അവർക്ക് തലേദിവസം കിട്ടാതിരുന്നത് ഒറ്റ പോക്കിന് അവരെ കൊണ്ട് ആശ്ചര്യപ്പെടുത്തിയ അത്രമാത്രം മീനുകളെ ദൈവത്തിന് അവർക്ക് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാര്യമെന്ന് പറയുന്നത്, ആ ഒരു മിറക്കിൾ കാണിക്കുന്നതിന് മുമ്പ് യേശു പത്രോസിൻ്റെ ഉള്ളിൽ തൻ്റെ വചനങ്ങൾ കൊണ്ട് വിശ്വാസം നിറയ്ക്കുകയാണ്. ആ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, സങ്കടപ്പെട്ട, നിരാശപ്പെട്ട ഹൃദയത്തിൽ ചെറിയ വിശ്വാസമാണെങ്കിലും ആ ഒരു ഹോപ്പ് നൽകുകയാണ്. നിന്റെ വാക്ക് കേട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നും അവർ തോണിയും കൊണ്ട് തിരിച്ചു വന്നതുപോലെ തന്നെ പല തരത്തിലുള്ള അവസ്ഥകളിൽ ഒരുപാട് നാളായിട്ട് ഇനി വേണ്ട, ഇനിയും ട്രൈ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം അവസാനിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നവരോടും ഈ ഒരു മെസ്സേജിൽ കൂടി യേശു പറയാൻ ആഗ്രഹിക്കുകയാണ്, ക്യാൻ യു പ്ലീസ് ട്രൈ വൺസ് അഗെയിൻ? എൻ്റെ വാക്ക് കേട്ട് എന്നിൽ വിശ്വസിച്ച് ഒന്നുകൂടെ ചെയ്യാമോ, ഒന്നുകൂടെ വിശ്വസിക്കാമോ? ഓരോ ദിവസവും പുതിയ സ്ട്രെങ്ത്തും ഫെയ്ത്തും ഒക്കെ റെസ്റ്റോർ ചെയ്യുന്ന ആ സോഴ്സായ യേശു പറയുകയാണ്, ഒന്നുകൂടെ ചെയ്യാമോ, ഒന്നുകൂടെ പ്രയത്നിക്കാമോ, വിശ്വാസത്തോടു കൂടി ഒന്നുകൂടെ മുമ്പോട്ട് പോകാമോ? യേശുവിൻ്റെ വാക്ക് കേട്ട് പിന്നെയും പിന്നെയും ലോജിക്കും നമ്മുടെ ബുദ്ധിയിലും ഒക്കെ വരുന്ന പല കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞ് ആ ഒരു മിറക്കിൾസൊക്കെ നമ്മുടെ ജീവിതത്തിൽ തടുത്തു മാറ്റി കളയാതെ ഇരിക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇവിടെയും കാണുന്നത് ആ ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. ഒരു ലോജിക്കിനും ഒരു ബുദ്ധിക്കും ശക്തിക്കും അനുസരിച്ചുള്ള കാര്യങ്ങളല്ല ദൈവം ഒരിക്കലും ചെയ്യുന്നത്.
ഒരു മീനും കിട്ടാതെ ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് ഒരു മീൻ പോലും കിട്ടാതെ അവർ തിരിച്ചു വന്ന് അവർ തിരിച്ചു വരുന്നത് അവരുടെ വഞ്ചി നിറഞ്ഞ് കവിഞ്ഞാണ്. പക്ഷേ ഈ ഒരു മിറക്കിളിന് മുമ്പ് അവരുടെ ഹൃദയം നിറഞ്ഞു എന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ഒരു ഇവിടെ നമ്മൾ കാണുന്നത് ആ ഒരു ഒഴിഞ്ഞ തോണിയിലേക്ക് യേശു വരികയാണ്. ആ ഒരു ഒഴിഞ്ഞ തോണിയിലേക്ക് യേശു വന്ന് അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് നിറഞ്ഞ തോണിയാണ്. പക്ഷെ അതിനു മുമ്പ് യേശു അവരോട് ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് തോണിയിലേക്ക് വന്നോട്ടെ എന്നുള്ള ആ ഒരു ചോദ്യം തന്നെയാണ് യേശു പത്രോസിനോട് പറയുന്നത്. അങ്ങോട്ടൊന്ന് മാറ്റി നിർത്താവോ എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി എന്നുള്ളത്. അപ്പോൾ യേശുവിനെ എനിക്ക് പറ്റത്തില്ല, എൻ്റെ കൂടെ വരണ്ട എന്നൊന്നും പത്രോസ് പറയുന്നില്ല. യേശു പത്രോസിനെ തൻ്റെ അടുക്കിലേക്ക് വരാൻ അനുവദിക്കുകയാണ്. ആ തോണി യേശുവിന് വിട്ടുകൊടുക്കുകയാണ്. കാലിയായ ആ തോണി യേശുവിന് പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുന്ന ആ ഒരു അവസ്ഥയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടത് തന്നെയാണ്. നമ്മുടെയൊക്കെ പല അവസ്ഥകളിൽ നമ്മൾ യേശുവിനെ പോലും പള്ളു പറഞ്ഞുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. പക്ഷേ ആ ഒരു അവസ്ഥയിലുമൊക്കെ യേശു നമ്മുടെയൊക്കെ അടുത്ത് വരുമ്പോൾ അവന് വേണ്ടി ആ ഒരു തോണി, നമ്മുടെ ഒഴിഞ്ഞ തോണികൾ, ഒഴിഞ്ഞ കീശകൾ, ഒഴിഞ്ഞ ജീവിതങ്ങൾ, ഒഴിഞ്ഞ ഹൃദയങ്ങൾ, ഒഴിഞ്ഞ കലങ്ങൾ, ഒഴിഞ്ഞ തുരുത്തികൾ, ഒഴിഞ്ഞ ഗർഭപാത്രം, ഇതൊക്കെ യേശുവിന് പ്രവർത്തിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. ഒഴിഞ്ഞ പല കാര്യങ്ങളും അവൻ്റെ അടുക്കിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവം ഇതൊക്കെ നിറഞ്ഞ് തുളുമ്പുന്ന തോണികളായിട്ട് തിരിച്ചു തരുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ കൂടി ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെയധികം നിരാശയിലും ആ ഒരു വിയേറിയായിട്ടുള്ള അവസ്ഥകളിൽ ഇനി മുമ്പോട്ട് ഇല്ല എന്ന് എത്തി നിൽക്കുന്നവരോട് യേശു പറയുകയാണ്, പ്ലീസ് ട്രൈ വൺസ് അഗെയിൻ. എന്നെ വിശ്വസിക്കുക, ഒന്നുകൂടെ വിശ്വസിക്കുക. യേശുവിൻ്റെ വാക്ക് കേട്ട് ആ ഒരു തോണിയിലേക്ക്, ഒഴിഞ്ഞ തോണിയിലേക്ക് യേശുവിനെ കൊണ്ടുവന്നിരുത്തി യേശുവിൻ്റെ വചനങ്ങൾ കേട്ട്, ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ വചനങ്ങൾ കേട്ട് എപ്പോഴും കേട്ട് യേശുവിനെ കുറിച്ച് കേട്ട്, യേശുവിൻ്റെ മൊഴികൾ കേട്ട് വിശ്വാസം വളർത്തി നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ തോണികൾ സ്വാഭാവികമായിട്ടും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുക തന്നെ ചെയ്യും. So come fall in love with Jesus and fall in love with the word of God.